തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം കെട്ടിടത്തിന് തീപിടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായ സംഭവത്തിൽ തീയണയ്ക്കാൻ വൈകിയതിന് കാരണം കെട്ടിടത്തിൽ വേണ്ടത്ര രീതിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഒരുക്കാത്തതാണെന്ന് ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണറോടും തഹസീൽദാരോടും കളക്ടർ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം കെട്ടിടത്തിൽ തീപിടിച്ച മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സിന് കെട്ടിടത്തിനുള്ളിലേക്ക് കടന്ന് തീ പൂർണ്ണമായും കെടുത്താൻ സാധിച്ചത്. തീപിടിച്ച വിവരമറിഞ്ഞ് പാഞ്ഞെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കെട്ടിടത്തിലേക്ക് കടക്കാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. ഇത് ഇവരെ ഏറെ ബുദ്ധിമുട്ടിലാക്കി. പിന്നെ മണിക്കൂറുകൾ കിണഞ്ഞു പരിശ്രമിച്ചതിൻ്റെ ഫലമായാണ് മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീപിടിച്ച് വൻ ദുരന്തമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഫയർഫോഴ്സിന് സ്വീകരിക്കാനായത്. കെട്ടിടത്തിൽ മതിയായ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഇല്ല എന്നതാണ് ഫയർഫോഴ്സ് മേധാവിയുടെ കണ്ടെത്തൽ. തലസ്ഥാനത്തെ പ്രമുഖ ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിലാണ് തീപിടിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങൾ തീപിടിച്ചും വെള്ളം നനഞ്ഞും കേടായിട്ടുണ്ട്. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ സിറ്റി പോലീസ് കമ്മീഷണറെയും തിരുവനന്തപുരം തഹസിൽദാരെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കെട്ടിടത്തിന് സമീപം തീപിടിച്ച സാഹചര്യത്തിൽ ഓണക്കാലം കൂടി കണക്കിലെടുത്ത് കൂടുതൽ ജാഗ്രത പാലിക്കാനും വേണ്ടത്ര പരിശോധന നടത്താനും ഫയർഫോഴ്സിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാന്തല്ലൂരിൽ ഓണക്കാല വിപണിയിലേക്കുള്ള വെളുത്തുള്ളി വിളവെടുപ്പ് തുടങ്ങി. കേരളത്തിൽ നിലവിൽ വെളുത്തുള്ളിക്ക് 150 രൂപ വില കിട്ടുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ വെളുത്തുള്ളി സംഭരണ കേന്ദ്രങ്ങളിൽ വില കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. കൊള്ളലാഭം നേടുന്നതിനുള്ള ഇടനിലക്കാരുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. കാലാവസ്ഥാ വ്യതിയാനം മൂലം മറയൂർ, വട്ടവട, കാന്തല്ലൂർ മേഖലകളിലെ വെളുത്തുള്ളി ഉൽപ്പാദനത്തിന് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. മുൻ വർഷങ്ങളിൽ വെളുത്തുള്ളി വില ലഭിക്കാതെയും ശക്തമായ മഴയിൽ വെളുത്തുള്ളികൾ അഴുകിയും നശിച്ചിരുന്നു. വലിയ പ്രതിസന്ധികൾക്കൊടുവിൽ കടക്കണിയിൽ നിന്നടക്കം കരകയറുന്നതിനു വേണ്ടിയാണ് കർഷകർ ഇത്തവണ പ്രതീക്ഷയോടെ കൃഷി ചെയ്തത്. ഓണവിപണിയിലേക്ക് എത്തിക്കുന്നതിനുള്ള വിളവെടുപ്പും ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ നിലവിൽ 150 രൂപ വരെ വെളുത്തുള്ളിക്ക് വില ലഭിക്കുന്നുവെങ്കിലും തമിഴ്നാട്ടിൽ വെളുത്തുള്ളി വില കുറഞ്ഞിരിക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയാണ്. വിളവെടുക്കുന്ന വെളുത്തുള്ളികൾ കേരളത്തിൽ സംഭരിക്കാനും വിറ്റഴിക്കാനും കഴിയാത്തതിനാൽ തമിഴ്നാട്ടിലെ മാർക്കറ്റുകളിലാണ് വിറ്റഴിക്കുന്നത്. ക്കാറുള്ളതിനാൽ വെളുത്തുള്ളിയുടെ യഥാർത്ഥ വില കർഷകർക്ക് ലഭിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് നിലവിൽ വിളവെടുപ്പ് സമയത്ത് തമിഴ്നാട്ടിൽ വില കുറഞ്ഞിരിക്കുന്നത്. ഇടനിലക്കാർക്ക് കൊള്ളലാഭം നേടുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിളവെടുപ്പ് സമയത്ത് വില കുറച്ചിരിക്കുന്നത് എന്ന ആരോപണവുമുണ്ട്. സിംഗപ്പൂർ, മേട്ടുപ്പാളയം ഇനങ്ങളാണ് ഇവിടെ തുടക്കം മുതൽ കൃഷി ചെയ്യുന്നത്. ഇതിൽ സിംഗപ്പൂർ ഇനം 4 മാസം കൊണ്ട് വിളവെടുക്കുമ്പോൾ മേട്ടുപ്പാളയം 3 മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ കഴിയും. പച്ചയ്ക്കും ഉണക്കി പുക കൊള്ളിച്ചുമാണ് വെളുത്തുള്ളിയുടെ വിൽപ്പന. എന്നാൽ നിലവിൽ തമിഴ്നാട്ടിൽ വില കുറഞ്ഞിരിക്കുന്നതിനാൽ ഉണക്കി പുക കൊള്ളിക്കാൻ നിൽക്കാതെ കർഷകർ വിളവെടുത്ത ഉടൻ തന്നെ പച്ചയ്ക്ക് വിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഓണവിപണിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് സഹകരണ മേഖലയിലെ പ്രശസ്തമായ കാസർഗോഡ് സാരീസിന്റെ ഉൽപ്പാദകർ. കാസർഗോഡ് നെയ്ത്ത് സഹകരണ സംഘം ഉൽപ്പന്നമായ കാസർഗോഡ് സാരീസിന് സംസ്ഥാനത്തും പുറത്തും ആവശ്യക്കാർ ഏറെയാണ്. ഓണക്കാലത്താണ് കാസർഗോഡ് സാരീസിന്റെ വിൽപ്പന കൂടുന്നത്. കാസർഗോഡിൻ്റെ കീർത്തിമുദ്രയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഉൽപ്പന്നമാണ് കാസർഗോഡ് കോട്ടൺ സാരികൾ. ഉൽപ്പാദനത്തിൽ പുലർത്തുന്ന ഗുണമേന്മയാണ് കാസർഗോഡ് സാരീസിൻ്റെ വിജയരഹസ്യം. മറ്റ് വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും നെയ്ത്തുകാരുടെ ഈ സഹകരണ സംഘത്തെ നിലനിർത്തുന്നത് കോട്ടൺ സാരികളുടെ ഉൽപ്പാദനമാണ്. ഓണം, വിഷു തുടങ്ങിയ ആഘോഷവേളകളിൽ പ്രദർശന വിൽപ്പന സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ കൈത്തറി ഉൽപ്പന്നം ജനങ്ങളിലെത്തുന്നത്. ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സംഘം തയ്യാറാകാത്തതാണ് കാസർഗോഡ് സാരീസിന്റെ വിജയരഹസ്യമെന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. കാസർഗോഡ് സാരി ഉൽപ്പാദനത്തിലെ അതിൻ്റെ ഒരു ഗുണമേന്മ നഷ്ടപ്പെടാതെ പണ്ട് മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം കൈകൊണ്ടെടുക്കുന്ന പണിയാണ്, അത്രയും അധ്വാനത്തിൻ്റെ പണിയാണ്. സാധാ ഒരു ആവറേജ് നെയ്ത്തുകാരന് 2 ദിവസം ഇല്ലാണ്ട് ഈ ഒരു സാരി നെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതുകൊണ്ട് വലിയ വരുമാനം എത്രയാണ്. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ഈ ക്വാളിറ്റിയോട് കോംപ്രമൈസ് ഇല്ല. 1938 കാസർഗോഡ് നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ തുടക്കം. അക്കാലത്ത് 500ഓളം കുടുംബങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചിരുന്നത് സംഘമായിരുന്നു. ഇപ്പോൾ നെയ്ത്തുകാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 60-ൽ താഴെ തൊഴിലാളികളാണ് ഇപ്പോൾ സംഘത്തിൽ ജോലി ചെയ്യുന്നത്. 80 കഴിഞ്ഞവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. പരസ്യങ്ങളില്ലാതെ ജനപ്രീതി നേടിയ ഉൽപ്പന്നമാണ് കാസർഗോഡ് സാരീസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആദിവാസി കോളനികളിൽ മരുന്നും സഹായവുമായി ഇന്നലെ ഒരു സംഘം ആളുകൾ വയനാട്ടിലെത്തി. കോഴിക്കോട് കോക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘമാണ് സാമൂഹ്യ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി ഊരുകൾ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ സംഘടിപ്പിച്ചത്. കോഴിക്കോട് കോക്കലൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ 9 ഡോക്ടർമാരും NSS വളണ്ടിയർമാരുമാണ് വയനാട് പഴുപ്പത്തൂരിലെ കോളനികളിലെത്തിയത്. ഓരോ വീടുകളിലുമെത്തി ആരോഗ്യ പരിശോധനകളും കോളനികൾ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ക്യാമ്പും ഇവർ നടത്തി. ഡെന്റൽ, ഹോമിയോ ഡോക്ടർമാരും സംഘത്തിലുണ്ടായിരുന്നു. ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം, ലഹരി ഉപയോഗം എന്നിവയിൽ ബോധവൽക്കരണവും ഇവരുടെ ലക്ഷ്യമായിരുന്നു.
യഥാർത്ഥത്തിൽ 2006, 2008 ബാച്ച് മുതൽ ഇപ്പോൾ അവിടെ പഠിക്കുന്ന 2015, 17 ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾ വരെയുള്ള ആ ഒരു 10 വർഷത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വൈദ്യപരിശോധനകൾക്ക് ശേഷം കൂടുതൽ വൈദ്യസഹായം ആവശ്യമുള്ളവർക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ സഹായത്തോടെ വിദഗ്ധ ചികിത്സയ്ക്കുള്ള സംവിധാനവും ഒരുക്കി. ക്യാമ്പുകൾക്കൊപ്പം വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. 100-ലധികം ആളുകൾക്കാണ് ഇവരുടെ കൂട്ടായ്മ സഹായമെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ലക്ഷദ്വീപിൽ പോലീസ് മർദ്ദനത്തിനിരയായ CPIM നേതാവ് ഡോക്ടർ മുനീറിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെത്തിച്ചു. 2 ദിവസം മുമ്പ് മിനിക്കോയി SIയുടെ നേതൃത്വത്തിൽ നടന്ന മർദ്ദനത്തിലാണ് ഡോക്ടർ മുനീറിന് ഗുരുതരമായി പരിക്കേറ്റത്. 2 ദിവസം മുൻപാണ് ലക്ഷദ്വീപിലെ CPIM നേതാവായ ഡോക്ടർ മുനീറിനെ പോലീസ് ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചത്. മിനിക്കോയ് SI അമീർ ബിൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. യുവതിയെ SI മർദ്ദിച്ചത് ചോദ്യം ചെയ്തതായിരുന്നു കാരണം. സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി തല്ലിച്ചതച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ മുനീറിനെ മിനിക്കോയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നെ തീരെ എണീക്കാൻ വയ്യാത്ത എന്നെ പിന്നെയും ഈ SI അതിനുള്ളിൽ മർദ്ദിച്ചു. പുറത്ത് പോയി പിന്നെ എന്നെ തനിയെ നടക്കാൻ പറയും. ഞാൻ പിന്നെ അവിടെ കുഴഞ്ഞു വീഴുകയും പിന്നെ അവിടെ ഇട്ട് എന്നെ ചവിട്ടിയായിരുന്നു. പിന്നെ എങ്ങനെയോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിന്നെ അവിടെ നിന്ന് നടത്തിക്കാൻ ശ്രമിച്ചു. അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് അവനെ നടത്തിക്കുമെന്ന് പറഞ്ഞു. മിനിക്കോയിൽ നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച ശേഷം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടാണ് ഡോക്ടർ മുനീറിന് അടിയന്തര ചികിത്സയ്ക്കുള്ള സൗകര്യമൊരുക്കിയത്. പ്രതിഷേധത്തെ തുടർന്ന് SIയെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷദ്വീപ് മണ്ഡലത്തിലെ CPIM സ്ഥാനാർത്ഥിയായിരുന്നു ഡോക്ടർ മുനീർ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. പെരുമ്പാവൂരിൽ +2 വിദ്യാർത്ഥിനിയെ 5-അംഗ സംഘം വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. പ്രണയാഭ്യർത്ഥന നിരസിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംഭവത്തിന് കാരണം. കോടനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുടക്കുഴ ആനകല്ല് സ്വദേശികളായ ഷൈൻ, സുധ ദമ്പതികളുടെ മകളാണ് ആക്രമണത്തിന് ഇരയായത്. അയൽവാസിയായ യുവാവ് എൽസണിന്റെ പ്രണയാഭ്യർത്ഥന ഇവരുടെ മകൾ നേരത്തെ നിരസിച്ചിരുന്നു. യുവാവിന്റെ ശല്യം അസഹനീയമായതോടെ വിദ്യാർത്ഥിനിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. തുടർന്ന് യുവാവിനെതിരെ കേസെടുക്കുകയും ചെയ്തു. ഈ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാർ തയ്യാറായില്ല. ഇതിൽ പ്രകോപിതനായ യുവാവ് സുഹൃത്തുക്കളെ കൂട്ടിവന്ന് മകളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കൊച്ചിന് ഇതുമാതിരി പെരുമ്പാവൂർ സ്റ്റാൻഡിൽ ചെന്നിട്ട് 4 പേര് കൂടി തടഞ്ഞു നിർത്തി ഈ എൽസനെതിരെയുള്ള പരാതി പിൻവലിച്ചില്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ കൊന്നളയുന്ന ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ് ഞങ്ങൾ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊച്ചു സ്കൂൾ വിട്ട് വന്നപ്പോൾ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞിട്ട് ഞങ്ങളോട് പിറ്റേ ദിവസം 10 മണിക്ക് അവരവിടെ ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് പോലും അവരുടെ വീട്ടിലൊന്നും അന്വേഷിച്ചില്ല ഇവർ. ഞാൻ എൻ്റെ ഭാര്യയും കൂടി പുറത്തു പോയ സമയത്ത് 5 പേര് വീട്ടിൽ കയറി വന്ന് എൻ്റെ കൊച്ചിൻ്റെ വായ പൊത്തിപ്പിടിച്ച് മുടിയമ്മ പിടിച്ച് ഭിത്തി തലയിലിടിച്ച് ബ്ലേഡിന് മുഴുവൻ മേല് മുഴുവൻ പറഞ്ഞു വെച്ചു പോയേക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്ന ഈ സമയം വരെ പോലീസിന്റെ ഭാഗത്ത് യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. ഒളിവിൽ പോയ മുഴുവൻ പ്രതികളെയും സംബന്ധിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് കോടനാട് SI അറിയിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പെൺകുട്ടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടനും നാടകകൃത്തും മലയാള പ്രൊഫഷണൽ നാടകരംഗത്തെ സജീവ സാന്നിധ്യവുമായ ബേബിക്കുട്ടൻ്റെ പ്രമാണി എന്ന നാടകം വീണ്ടും അരങ്ങിലെത്തി. വർഷങ്ങൾക്ക് മുൻപ് നാടകവേദിയിൽ കോളിളക്കം സൃഷ്ടിച്ച പ്രമാണി ടെലിവിഷൻ സീരിയൽ താലങ്ങളിലൂടെയാണ് നാടകാസ്വാദകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പ്രൊഫഷണൽ നാടകവേദിയിൽ കോളിളക്കം സൃഷ്ടിച്ച പ്രമാണി എന്ന നാടകമാണ് വീണ്ടും അരങ്ങിലെത്തിയിരിക്കുന്നത്. പിന്നെ സംസ്കാര സമയത്ത് ഞാൻ പങ്കെടുക്കും, തിരിച്ചു ഊട്ടിയിലേക്ക് പോവുകയും ചെയ്യും. നടനായും നാടകകൃത്തായും സംവിധായകനായും കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി നാടകരംഗത്ത് സജീവമായ ബേബിക്കുട്ടനാണ് പ്രമാണിയുടെ രചന. നാടകം പുനർസൃഷ്ടിച്ച് അവതരിപ്പിച്ചപ്പോൾ കഥാപാത്രങ്ങളായി എത്തിയതാകട്ടെ ടെലിവിഷൻ സീരിയലുകളിലെ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങൾ. ഈ കുടുംബത്തിൽ ഓമരിച്ചു വളർത്തുന്ന കുട്ടിയെ നീ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നീ എന്തിനാണ് ഇടപെടുന്നത്? ടെലി സീരിയൽ താരങ്ങളായ കോട്ടയം റഷീദ്, കനകലത, സൗപർണിക, സുഭാഷ്, രമേശ്, സെന്തിൽ തുടങ്ങിയവരാണ് പ്രമാണിയിലെ കഥാപാത്രങ്ങളായി അരങ്ങു തകർക്കുന്നത്. പ്രോജക്ട് ഡിസൈനറും സീരിയൽ താരവുമായ ലക്ഷ്മി അൽഹാം. നാടകം ഇപ്പോൾ പൊതുവേ ഇങ്ങനെ ആൾക്കാർക്കാർക്കും കാണണ്ട, താന്ന് പോവുക അങ്ങനെ വന്നു. അപ്പോൾ നാടകത്തിന് വീണ്ടും ഒന്ന് എനിക്ക് ഉയർത്തിക്കൊണ്ട് വരണം. നാടകമാണ് നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് വന്നൊരു കല നാടകമാണ്. സ്വീകരണ മുറികളിൽ കാഴ്ചക്കാരുടെ ഇഷ്ടതാരങ്ങൾ പഴമയുടെ പുതുമ, തനിമ നഷ്ടപ്പെടാതെയാണ് രംഗത്ത് അവതരിപ്പിക്കുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തീവണ്ടി പാളം തെറ്റിയതിനെ തുടർന്ന് തകരാറിലായ അങ്കമാലി കറുകുറ്റി വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. 2 ട്രാക്കുകളും സർവീസിനായി തയ്യാറായി. നാളത്തോടെ സർവീസുകൾ പൂർണ്ണ രീതിയിലാകും.
തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് തീവണ്ടിയുടെ 12 ബോഗികൾ ഞായറാഴ്ച പുലർച്ചെയോടെ അങ്കമാലി കറുകുറ്റിയിൽ പാളം തെറ്റിയതായിരുന്നു ഗതാഗതം തടസ്സപ്പെടുത്തിയത്. പാളം ഞെരിഞ്ഞമർന്ന് പൊട്ടിയതായിരുന്നു അപകട കാരണം. പാളത്തിൽ നിന്ന് തെന്നിമാറിയ ബോഗികൾ എതിർപ്പാളത്തിലേക്ക് ചെരിഞ്ഞെങ്കിലും വണ്ടി മറിയാതിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. താറുമാറായ ഗതാഗതം രാവിലെ 7:15ഓടെയാണ് പുനഃസ്ഥാപിച്ചത്. 2 പാളങ്ങളിലുമുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം ആദ്യം ഡീസൽ എഞ്ചിനും തുടർന്ന് വൈദ്യുതി എഞ്ചിനും പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചു. ഇരുപാളങ്ങളും സർവീസ് നടത്താൻ സജ്ജമാണെന്ന് ഉറപ്പായതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതേസമയം ഏതാനും സർവീസുകൾ ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്. എറണാകുളം ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്, ഗുരുവായൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ്, പാലക്കാട് എറണാകുളം മെമു, എറണാകുളം നിലമ്പൂർ, ഷൊർണൂർ എറണാകുളം, ഗുരുവായൂർ പുനലൂർ എന്നിവയാണ് റദ്ദാക്കിയത്. സർവീസുകൾ നാളെയോടെ മാത്രമേ സാധാരണ നിലയിലാവുകയുള്ളൂ എന്ന് റെയിൽവേ അറിയിച്ചു. കറുകുറ്റി സ്റ്റേഷൻ മാസ്റ്റർ ബാബു വർഗീസ് സമയോചിതമായി ഇടപെട്ട് പാളം തെറ്റിയ തീവണ്ടിക്കെതിരെ വന്ന ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റിന് കടന്നുപോകാൻ സിഗ്നൽ കൊടുക്കാതിരുന്നതാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് പാളം തെറ്റിയതുമായി ബന്ധപ്പെട്ട് ഒരാളെ സസ്പെൻഡ് ചെയ്തതായി വന്ന വാർത്തകളെ നിഷേധിച്ച ഏരിയ മാനേജർ ഡോക്ടർ രാജേഷ് ചന്ദ്രൻ ആരെങ്കിലും സസ്പെൻഡ് ചെയ്തതായി അറിയില്ല. അത്തരം കാര്യങ്ങൾ തന്റെ അധികാരപരിധിയിൽ വരുന്നതല്ലെന്നും രാജേഷ് ചന്ദ്രൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ദക്ഷിണ റെയിൽവേ ഡെപ്യൂട്ടി GM PK മിശ്ര അപകടസ്ഥലം സന്ദർശിച്ച ശേഷം അപകട കാരണം സംബന്ധിച്ച് പറഞ്ഞ സാധ്യതകൾ ഇപ്രകാരമായിരുന്നു. 1. പാളത്തിൽ വിള്ളലുണ്ടായതാകാം. അതല്ലെങ്കിൽ ബോഗികൾക്കുണ്ടായ എന്തെങ്കിലും പിഴവുകൊണ്ടാകാം തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസിന് പാളം തെറ്റിയത്. അപകട കാരണം സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുമ്പോൾ അപകട കാരണം പാളത്തിലുണ്ടായ വിള്ളലാണെന്നും ഉദ്യോഗസ്ഥരുടെ പിഴവാണ് ഇതിന് കാരണമെന്നും കുറ്റക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തെന്നും തരത്തിൽ തന്റേതായി പുറത്തുവന്ന വാർത്തകളെ ഏരിയ മാനേജർ ഡോക്ടർ രാജേഷ് ചന്ദ്രൻ നിഷേധിച്ചു. എനിക്കതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. എനിക്ക് ആ ഒരു പവറും ഇല്ല. ഞാൻ ഈ എഞ്ചിനീയറിംഗ് നോക്കുന്നതേ ഇല്ല. ഞാൻ ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. എൻക്വയറി നാളെ ഉണ്ട്, ടോപ്പ് ലെവൽ എൻക്വയറി ഉണ്ട് നാളെ. അതിൻ്റെ പ്രിപ്പറേഷൻസാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ സസ്പെൻഷൻ്റെ കാര്യം അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു പിടുത്തമില്ല. അത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റേ അല്ല ആക്ച്വലി. എനിക്ക് യാതൊരു അതോറിറ്റിയും ഇല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയത്തില്ല. അറിയാവുന്ന കാര്യമില്ല എനിക്ക് പറയാനൊക്കത്തുള്ളൂ. എനിക്കറിയില്ല. താനൊരു ഓപ്പറേറ്റിംഗ് ഓഫീസർ മാത്രമാണ്. അപകട കാരണം സംബന്ധിച്ചും സസ്പെൻഷൻ സംബന്ധിച്ചുമൊക്കെ പറയേണ്ടത് താനല്ല. തന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല ഇത്തരം കാര്യങ്ങൾ. എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ വിഭാഗങ്ങളും സുരക്ഷാ വിഭാഗവും ചേർന്നാണ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അന്വേഷണത്തിനായി ദക്ഷിണ റെയിൽവേ ചീഫ് സെക്യൂരിറ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ 4 പേരടങ്ങിയ ഉന്നത സംഘം നാളെ കൊച്ചിയിൽ യോഗം ചേരും. പാളത്തിലെ വിള്ളലാണോ അപകട കാരണമെന്ന് സ്ഥിരീകരിക്കുക ഈ അന്വേഷണ സംഘമാകും. ട്രാക്കിന്റെ ഫിറ്റ്നസ്, കോച്ചുകളുടെ ഫിറ്റ്നസ്, ലോക്കോ പൈലറ്റ് സ്പീഡ് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ വരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അപകട ഭീഷണി ഉയർത്തി റെയിൽവേയുടെ ഇന്ധന വിതരണം. ഇന്ധന നീക്കത്തിന് ഉപയോഗിക്കുന്നതിൽ ഏറെയും കാലപ്പഴക്കം ചെന്ന വാഗണുകൾ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇന്ധന നീക്കം നടക്കുന്നത്. കാലപ്പഴക്കം ചെന്ന വാഗണിൽ നിന്ന് പെട്രോൾ ഒലിച്ചിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വാഗണുകൾ വഴിയുള്ള വിതരണം വളരെ ലാഘവത്തോടെയാണ് റെയിൽവേ കൈകാര്യം ചെയ്യുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന വാഗണുകളിലേറെയും കാലപ്പഴക്കം ചെന്നവയാണ്. കോട്ടയം ചങ്ങനാശ്ശേരി പാതയിലൂടെ കടന്നുപോയ ഇന്ധന വാഗണിൽ നിന്ന് പെട്രോൾ ഒലിച്ചിറങ്ങുന്ന ഈ ദൃശ്യങ്ങൾ വാഗണുകളുടെ കാലപ്പഴക്കത്തെ ശരിവെക്കുന്നതാണ്. പാസഞ്ചർ ട്രെയിനുകളുടെ കാലപ്പഴക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെയുള്ള സംവിധാനം ചരക്ക് നീക്ക മേഖലയിലില്ല. വ്യക്തമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഇന്ധന നീക്കത്തിനിടയിൽ പാളത്തിൽ നിന്നുള്ള ഒരു തീപ്പൊരി മതി എല്ലാം എരിഞ്ഞടങ്ങാൻ. പൊതുഗതാഗത സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡിജോ കാപ്പൻ പഴയ ബോഗികൾക്കകത്ത് പെട്രോളും ഡീസലും കൊണ്ടുപോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അപകടം. അപ്പോൾ അതിൽ നിന്ന് തുള്ളിയായി പെട്രോൾ വീണുകൊണ്ടിരിക്കുക. ഇതിനൊന്ന് തീ പിടിച്ചാൽ ഉണ്ടാകാവുന്നത് നമ്മുടെ ഹിരോഷിമയിലൊക്കെ ഉണ്ടായതിലും വലിയ സ്ഫോടനം ഉണ്ടാകും. മാത്രമല്ല ഇങ്ങനത്തെ വാതകം കത്തുമ്പോൾ അത് സൈഡുകളിലേക്കും കൂടെ തീ പടർന്നു പോകുമെന്ന് പറഞ്ഞത്. ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ കഴിയില്ല. റെയിൽവേ വരുമാനത്തിന്റെ പ്രധാന ഉറവിടം ഇന്ധന വിതരണമടക്കമുള്ള ചരക്ക് നീക്കത്തിലൂടെയാണ് ലഭിക്കുന്നത്. എന്നിട്ടും ബോഗികളുടെയും വാഗണുകളുടെയും കാലാകാലങ്ങളിലുള്ള അറ്റകുറ്റപ്പണികൾക്ക് റെയിൽവേ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ വാഗണുകളുടെ കാലപ്പഴക്കം പരിശോധിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ ലാഘവത്തോടെയാണ് റെയിൽവേ ഇത്തരത്തിൽ ഇന്ധന നീക്കം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ മറ്റൊരു വാഗൺ ട്രാജഡിയായിരിക്കും ഉണ്ടാകുക. കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്. അമ്പലപ്പുഴ വളഞ്ഞ വഴിക്ക് സമീപം ടാങ്കർ ലോറിയും മിനി ലോറിയും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നെങ്കിലും അരമണിക്കൂറിനുള്ളിൽ പുനഃസ്ഥാപിച്ചു. കേരള പോലീസിന്റെ ശ്വാന വിഭാഗം ഇനി കൂടുതൽ ശക്തമാകും. വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ പെട്രോളിംഗ് ഡ്യൂട്ടിക്ക് ശ്വാന വിഭാഗത്തെ പ്രയോജനപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന പോലീസ് സേന.
കേരള പോലീസിന്റെ ശ്വാന വിഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാഗമായി വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ പെട്രോളിംഗ് ഡ്യൂട്ടിക്കും ഇനി ശ്വാന വിഭാഗത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തും. കുറ്റകൃത്യ സ്ഥലത്ത് നിന്നുള്ള സൂചനകൾ അനുസരിച്ച് കുറ്റവാളിയെ പിന്തുടരുന്ന ട്രാക്കർ വിഭാഗം, സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്ന സ്നിഫർ വിഭാഗം എന്നിങ്ങനെ 2 വിഭാഗത്തിലുള്ള നായകളാണ് ഇപ്പോൾ പോലീസ് സേനയിൽ ഉള്ളത്. ഇതിനു പുറമെയാണ് പെട്രോളിംഗ് വിഭാഗവും ആരംഭിക്കുന്നത്. പെട്രോളിംഗ് വിഭാഗങ്ങളിലേക്ക് നായകളെ നൽകാനും അവയ്ക്കും മറ്റ് വിഭാഗങ്ങളിലുള്ള നായകൾക്കും വിദഗ്ധ പരിശീലനം നൽകാനും BSFന്റെ സഹായം തേടിയിട്ടുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. പുതുതായി നായ്ക്കുട്ടികളെ വാങ്ങാനും തീരുമാനമായി. 3 മുതൽ 5 മാസം വരെ പ്രായമുള്ള നായ്ക്കുട്ടികളെയാണ് പ്രതിഫലം നൽകി വാങ്ങുന്നത്. ട്രാക്കർ, സ്നിഫർ എന്നീ ജോലികൾക്കായി ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡോർ ഇനത്തിലുള്ള നായ്ക്കൾക്കും പെട്രോളിംഗിനായി റോട്ട് വീലർ വിഭാഗത്തിലുള്ള നായകൾക്കും മുൻഗണന നൽകും. ഒരു സർക്കാർ വെറ്റിനറി ഡോക്ടർ പരിശോധന നടത്തി ശുപാർശ ചെയ്യുന്ന ശുദ്ധമായ പെഡിഗ്രി ഇനങ്ങളെയാണ് ഇപ്രകാരം വാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായ ഹർജിയിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ വീണ്ടും വാദം കേൾക്കില്ല. നിലവിലെ 4 ബെഞ്ച് തന്നെ അടുത്ത ദിവസങ്ങളിൽ വിധി പ്രസ്താവിക്കും. വീണ്ടും വാദം കേൾക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും ഉൾപ്പെടെ എല്ലാ കക്ഷികളും ഹരിത ട്രിബ്യൂണലിനെ രേഖാമൂലം അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായ ഹർജിയിൽ നേരത്തെ തന്നെ വാദം പൂർത്തിയാക്കിയിരുന്നെങ്കിലും ബെഞ്ചിൽ ഉൾപ്പെട്ട വിദഗ്ധ അംഗം വിരമിച്ചതിനാലാണ് വിധി പ്രസ്താവിക്കുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ട് നേരിട്ടത്. ഈ സാഹചര്യത്തിൽ ബെഞ്ചിൽ അവശേഷിക്കുന്ന 4 അംഗങ്ങൾ തന്നെ വിധി പറയണമോ എന്ന് അധ്യക്ഷൻ ജസ്റ്റിസ് സ്വതന്ത്രകുമാർ കക്ഷികളോട് ആരാഞ്ഞു. ഇല്ലെങ്കിൽ പുതിയ വിദഗ്ധ അംഗത്തെ കൂടി ഉൾപ്പെടുത്തി വീണ്ടും വാദം കേൾക്കാൻ തയ്യാറാണെന്നും ഹരിത ട്രിബ്യൂണൽ അറിയിച്ചു. നിലവിലെ ബെഞ്ച് തന്നെ വിധി പറയുന്നതിന് സമ്മതമാണെന്ന് സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും വനം പരിസ്ഥിതി മന്ത്രാലയവും ഹർജിക്കാരും രേഖാമൂലം അറിയിച്ചു. ഇതോടെ സാങ്കേതിക തടസ്സം മാറിയ സ്ഥിതിക്ക് ഹർജി വിധി പറയാനായി മാറ്റിവെക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ ആരോഗ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുകയാണ് തത്സമയം. ഫീസ് ഇളവെന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റ് എലിജിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്, അത് രണ്ടും കൂടി ചേർന്ന 20% വരും. ആ 20% ഇന്ന് ഗവൺമെൻറ് മെറിറ്റ് ഫീസായിട്ടുള്ള 25,000 രൂപയാണ് അവരോട് വാങ്ങുന്നത്. അതിൽ വർധനവ് വരുത്താനേ സർക്കാരിന് സാധിക്കില്ല എന്നുള്ളത് എല്ലാവരും അറിയുന്ന കാര്യമാണ്. അത് സർക്കാർ കർശനമായിട്ടും പറഞ്ഞു. ബാക്കി 30% ഫീസ് ഇളവ് കിട്ടുന്ന ഫീസാണ്. അതാണ് 50% സർക്കാർ മെറിറ്റ് സീറ്റിൻ്റെ പരിഗണന എന്ന് പറയുന്നത്. ആ 30%-നകത്ത് 1,85,000 രൂപയാണ് കഴിഞ്ഞ തവണ വാങ്ങിയത്. 10% വർധനവ് എല്ലാ വർഷവും അതിലുണ്ടാവാറുണ്ട്. അതിൽ കൂടിയൊരു വർധനവ് ഈ 30% വരുന്ന മെറിറ്റ് സീറ്റിൽ വരുത്തണം എന്നുള്ള നിർദ്ദേശം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. സ്വാഭാവികമായിട്ടും അതിൽ ഉയർന്ന വരുമാന പരിധിയുള്ളവരുണ്ട്, അവർക്ക് വർദ്ധിപ്പിക്കണം എന്നൊക്കെ മാനേജ്മെൻറ്റ് പറഞ്ഞു. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സബ്സിഡി അനുഭവിക്കുന്ന ഈ 50% മെറിറ്റ് സീറ്റിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ള സമീപനം തന്നെയാണ് ഞങ്ങൾ ഇന്നും സ്വീകരിച്ചത്. അതിൽ വർധനവുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അത് അവർക്ക് സ്വീകാര്യമായില്ല. അവർ പുതിയ സാഹചര്യവും അവർക്കുണ്ടായ തെളിവും ചെലവും എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അതിനകത്തൊരു വർധനവ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. പിന്നെ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്ന 50% സീറ്റിൻ്റെ കാര്യത്തിൽ വേറെ ഒരു ചർച്ചയാണ് നടക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഉയർന്ന ഫീസിൽ കഴിഞ്ഞ തവണ അവർ കുട്ടികളെ എടുത്തിട്ടുള്ള സീറ്റാണ് 50% മാനേജ്മെൻറ്റ് സീറ്റ്. ആ 50% സീറ്റിൽ ആനുപാതികമായി വർധനവുണ്ടാവണമെന്ന് അവർ പറയുന്നുണ്ട്. സർക്കാർ പറഞ്ഞിട്ടുള്ള 50% മെറിറ്റ് സീറ്റിൽ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ പറയുന്നതോടുകൂടി രണ്ടാമത്തെ ചർച്ചയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് അതിലെത്രത്തോളം ആകാം വർധനവ് എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല. മാനേജ്മെൻറ്റ് അവരുടെ ചില പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു, ഞങ്ങളത് സാവകാശം കേട്ടു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ കോളേജിൽ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി 50% മെറിറ്റ് സീറ്റിൽ നേരത്തെ പറഞ്ഞ സബ്സിഡിയോടുകൂടി കുട്ടികൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ഒരു തീരുമാനമാകാതെ പിരിയുകയാണ് ചെയ്തത്. എന്നാൽ തീരുമാനത്തിനുള്ള സാധ്യത തീരെ ഇല്ലാണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച കൂടി ആവണം. ചർച്ച ചെയ്യാൻ അവർ സന്നദ്ധരാണെന്ന് പറഞ്ഞിട്ടുണ്ട്.